ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയെ കിസ് ചെയ്യുന്നതാണ്. അത് ഹോജനും കാണുന്നുണ്ട്. ഹോജന് നമ്മുടെ ഹീറോയിനോട് വളരെ നാളുകൾക്ക് മുമ്പ് ക്രഷ് ഉണ്ട്. അവൻ ഇത് കണ്ടതും അവനാകെ തകർന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ആ സീനിയർ ചെക്കൻ ഉണ്ടല്ലോ, അവനും ഇത് കാണുന്നുണ്ട്. അവൻ അങ്ങനെ ഫോട്ടോ എടുത്ത് കോളേജിലെ ഗ്രൂപ്പിൽ എടുത്ത് ഇടുവാണ്. നെക്സ്റ്റ് ഡേ കോളേജ് മൊത്തം ഈ ന്യൂസ് പരക്കുന്നുണ്ട്. എല്ലാവരും ഹീറോയിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുവാണ്. അതെങ്ങനെ ശരിയാകും? അവൾ ഈ കോളേജിൽ വന്നത് മുതൽ ഹോജിന്റെ കൂടെയല്ലേ കറങ്ങി നടക്കുന്നേ, എന്നിട്ട് പിന്നെ എങ്ങനെ പുതിയൊരു പയ്യനുമായിട്ട് ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് അവളെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം കേട്ട് ഹീറോയിന് വളരെ വിഷമാകുന്നുണ്ട്. പക്ഷെ ഹോജിനറിയാം ഈ വിഷയം സ്പ്രെഡ് ആവാൻ കാരണം ആ സീനിയർ പയ്യനാണെന്ന്. അതുകൊണ്ട് ഹോജിൻ ഉടനെ തന്നെ അവനെ കണ്ട് നീയല്ലേ ആ പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞ് അവനെ അടിച്ചടിച്ച് അവൻ സ്പ്രെഡ് ആക്കി ആ പോസ്റ്റും ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും വളരെ ശോകത്തില് ഹീറോയിന്റെ ഫ്രണ്ടിന്റെ കൂടെ ചെറുതായിട്ട് ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് നടന്നു പോകുവാണ്. അപ്പോ എതിർവശത്ത് നിന്ന് ഹീറോ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഉടനെ ഇവള് അവനെ കോള് ചെയ്ത് ഹേയ്, ഞാൻ നിന്റെ പിന്നിൽ തന്നെയുണ്ട്, തിരിഞ്ഞു നോക്കിയെന്ന് പറയുവാണ്. ഇവൻ തിരിഞ്ഞു നിന്നിട്ട് ഷോക്കായ പോലെ നോക്കുന്നുണ്ട്. അവിടെ വെച്ച് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഹീറോയിൻ സ്കൂളിൽ കരഞ്ഞുകൊണ്ടിരുന്നില്ലേ, അത് അവളുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞിട്ടായിരുന്നു. നീ എന്താണ് നല്ല മാർക്ക് വാങ്ങാത്തത്? നീ ഇതേപോലെ ചെറിയ മാർക്ക് വാങ്ങി എന്നെ നാണം കെടുത്താനാണോ വിചാരം? ഇങ്ങനെ എന്നെ നാണം കെടുത്തതിന് പകരം നീ എന്റെ മകളായിട്ട് പിറക്കാതിരുന്ന മതിയായിരുന്നു എന്നൊക്കെ അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇത് ആലോചിച്ചിട്ടാണ് ഇവള് വളരെ ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മുടെ ഹീറോ ആ വഴി ക്രോസ് ചെയ്ത് പോകുന്നത്. ഇവളെയും കാണുന്നുണ്ട്. ഇവള് മാത്രം ക്ലാസ്സിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ട് സൈലന്റ് ആയി അവളുടെ അടുത്ത് വന്ന് നിന്നിട്ട് നീ വീട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുവാണ്. ഇവള് കരഞ്ഞുകൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ അവളുടെ വീട്ടിലേക്ക് വരുവാണ്. വന്നതും ഹീറോ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നീ ഫ്രഷ് ആയോ, റെസ്റ്റ് എടുക്കുവാണോ എന്നൊക്കെ അവള് കെയർ ചെയ്യുന്നത് പോലെ. ഇവളും അതിനെല്ലാം ചിരിച്ചുകൊണ്ട് ആൻസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതേപോലെ കുറച്ച് ഡേയ്സ് സന്തോഷമായിട്ട് കടന്നു പോകുവാണ്. ദെൻ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരുമ്പോ ഹോജൻ ഇവളുടെ കൂടെ സംസാരിച്ചു കൊണ്ടേ വരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് നിനക്ക് എന്തെങ്കിലും പറയണോ എന്ന് ചോദിച്ചാല് ഇവളും അങ്ങനെ ഒന്നുമില്ലല്ലോ എന്ന് പറയുവാണ്. അവനുടനെ ഇല്ലില്ല, നിനക്ക് എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നോട് നീ ഓപ്പൺ ആയിട്ട് പറയണ്ട. നിന്റെ സ്ട്രെസ് എല്ലാം പോകാൻ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്റെ കൂടെ വന്ന് കുറച്ചു നേരം ബാഡ്മിന്റൺ കളിക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഇവൾക്കും അത് കളിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവളും പോകുന്നുണ്ട്. ചെന്ന് കളിക്കാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ എന്താ നടക്കുന്നതെന്ന് നോക്കിയാല് ഹോജനാണെങ്കിൽ ഹീറോയിന് നേരെ വരുന്ന ബോൾ കൂടി ചേർത്തടിക്കുവാണ്. അതുകൊണ്ട് ഒരു ബോൾ പോലും ഹീറോയിനെ കൊണ്ട് അടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് ചുറ്റും നിൽക്കുന്ന പിള്ളേര് കണ്ടിട്ട് എന്താ ഇത്, ഇവൾക്ക് ഇതുപോലും കളിക്കാൻ അറിയത്തില്ലേ, ഇതും ഒരാളെ വെച്ചിട്ടാണ് അവള് കളിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് അവള് കേളിക്ക് അവളെ കളിയാക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതൊക്കെ ഒരു ഓഡിയൻസിനെ പോലെ അവിടെ നിന്ന് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അവൻ അങ്ങനെ ഹീറോയിനെ കുറിച്ച് അവര് പറയുന്നത് കേട്ട് ഇഷ്ടാകുന്നില്ല. അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് നമ്മുടെ ഹീറോയിന്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിൽ ചേർന്ന് കളിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോ ഇവൻ അടിക്കുന്ന ബോൾ എല്ലാം ബാക്ക് സൈഡിലേക്ക് പോകുന്ന പോലെ നോക്കി അടിക്കാനായിട്ട് തുടങ്ങുവാണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ ബോൾ എല്ലാം നമ്മുടെ ഹീറോയിന്റെ നേർക്ക് വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി അവളും അവന്റെ കൂടെ നിന്ന് അവന് ടഫ് കൊടുക്കുന്ന രീതിയിൽ ഒരേ ലെവലിൽ കളിക്കാനായിട്ട് തുടങ്ങുവാണ്. അതുകൊണ്ട് കുറച്ചു നേരം മുമ്പ് ഇവളെ കളിയാക്കിക്കൊണ്ടിരുന്നില്ലേ, അവരെല്ലാം ഇവളിപ്പോ കളിക്കുന്നത് കണ്ട് അവളെ പൊക്കി പറയാനായിട്ട് തുടങ്ങുവാണ്. തിരക്കേടില്ല, പറഞ്ഞ പോലെ അവളൊന്നും മോശമല്ല, നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ ഹീറോയിൻ തന്നെ ആ ഗെയിം കളിച്ച് വിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ഹീറോയിനെ എല്ലാവരും ഒന്നിച്ചു വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ഇത് കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ ഹീറോ ഇതെല്ലാം കണ്ടിട്ട് ഓപ്പോസിറ്റിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഹോജുൻ ഹീറോയിനോട് സംസാരിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിനോ അവള് നേരെ ഹീറോയെ നോക്കിയാണ് നടന്നു വരുന്നത്. അപ്പൊ അവൾ ആലോചിക്കുവാണ്, എത്രയൊക്കെ ഹോജൻ എന്റെ അടുത്തേക്ക് വരാൻ നോക്കിയാലും എനിക്കും അവനും നടുവില് വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഞാൻ ജിന്നിനെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റീസണും എനിക്ക് അറിയില്ല എന്ന് ആലോചിച്ചിട്ടേ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് നാളെ നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുവാണ്. ഹീറോ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന ഹോജിന് അത് തീരെ ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് അവൻ പിറ്റേ ദിവസം എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് ഇവര് രണ്ടുപേരും അങ്ങനെ ക്ലോസ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ നെക്സ്റ്റ് ഡേ അവള് അവന്റെ കൂടെ പോകുന്ന സമയം നോക്കി അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നോക്ക്, പ്രിൻസിപ്പൾ നമ്മളോട് രണ്ടുപേരോടും ബാഡ്മിന്റനെ കുറിച്ച് ഒരു പ്രസന്റേഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. സോ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചത് റെഡിയാക്കണമെന്ന് ഫോഴ്സ് ചെയ്ത് അവളെ പിടിച്ചിരുത്തിരിക്കുവാണ്.
പക്ഷെ ഹീറോയിനും നോ പറയുന്നില്ല. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവളും എല്ലാം റെഡിയാക്കിയിട്ട് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് എൻഡിങ്ങിൽ അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കി നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹോജിൻ ഇത് മനസ്സിലാക്കി അവളെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ പ്രസന്റേഷൻ അവൻ തീർത്തു കൊടുക്കുവാണ്. അതുകൊണ്ട് അപ്രീഷിയേറ്റും ക്ലാപ്സ് ഒക്കെ പിന്നെയും അവന്റെ നേരെ തന്നെ പോകുന്നുണ്ട്. ഇത് കണ്ട് ഹീറോയും ടെൻഷനാകും. ഇത് തുടക്കത്തിൽ നിന്ന് അവസാനം വരെ ഞാനാണ് റെഡിയാക്കിയത്. എന്നിട്ട് ലാസ്റ്റ് വന്ന് 2 വാക്ക് പറഞ്ഞ് നീ എല്ലാം കൊണ്ടുപോയില്ലേ എന്ന് അവൾ ചോദിച്ചതും ഇവൻ ഉടനെ തന്നെ സോറി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ കരുതിയുള്ളൂ എന്ന് പറയുവാണ്. അതെ അതെ, എപ്പോഴും നിനക്ക് അത് തന്നെയാണല്ലോ പണി. എന്റെ അടുത്ത് ഒരു ഓപ്പർച്യൂണിറ്റീസും വരാൻ പാടില്ല, എല്ലാം നിനക്ക് തന്നെ കിട്ടണം, അതല്ലേ നിനക്ക് വേണ്ടത്, അതിനല്ലേ നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോകുവാണ്. എന്നിട്ട് അവള് സാഡായി ഒരിടത്ത് തനിയെ വന്നിരിക്കുമ്പോ ആ വഴി നമ്മുടെ ഹീറോ നടന്നു പോകുന്നുണ്ട്. ഇവളെ കണ്ടതും ഓടി വരുമ്പോ ജിൻ നീ എവിടേക്കാ പോകുന്നതെന്ന് അവള് ചോദിക്കും. അവനും ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്, നിനക്കിനി ക്ലാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല് അവളൊന്നും മിണ്ടുന്നില്ല. ഇപ്പോ സീൻ കട്ട് ചെയ്താല് നമ്മുടെ ഹീറോയ്ക്ക് കുറെ നാളുകളായിട്ട് ഒരു കീബോർഡ് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് അവളെയും കൂട്ടി ഇപ്പോ വന്നിരിക്കുകയാണ്. ഹീറോ കീബോർഡിന്റെ വില എങ്ങനെയൊക്കെയാണെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പതിയെ സൈലന്റ് ആയിട്ട് നടന്നു വന്ന് ചുമ്മാ അവിടെ ഇരിക്കുന്ന കീബോർഡ് പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് ഹീറോ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്കിത് വായിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചാല് ഇല്ലെന്ന് അവള് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് അവൻ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്. അവളും ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം അവര് രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. നിറയെ ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവന്റെ കൂടെയുള്ളപ്പോ ഹീറോയിനും വളരെ ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നൈറ്റ് ആയതും ജിൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടും പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞതും പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ഹോജിൻ വരുവാണ്. അവൻ വന്ന ഉടനെ തന്നെ വേഗം ഹീറോയിനെ ഓടിച്ചെന്ന് ഹഗ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേർക്ക് നടുവില് നമ്മൾ അറിയാതെ തന്നെ ഒരു ഗ്യാപ്പ് വളർന്നു വരുന്നുണ്ട്. അത് ഞാൻ ഇനി ഉണ്ടാകാതെ നോക്കിക്കോളാമെന്ന് അവൻ വാ തുറന്ന് പറയുന്നില്ല, അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇത് വല്ലതും നമ്മുടെ ഹീറോയിന് അറിയുന്നുണ്ടോ? അവള് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട് അവൻ തള്ളി മാറ്റി നിർത്തുവാണ്. അപ്പൊ അവനുടനെ നിനക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, എന്തോ വിഷമമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, എന്താണെങ്കിലും എന്നോട് നീ ഷെയർ ചെയ്യ്. ഞാൻ നാളെ പബ്ബില് പോകുന്നുണ്ട്, നീയും എന്റെ കൂടെ വാ പ്ലീസ് എന്ന് പറഞ്ഞ് അവളെ വിളിക്കുവാണ്. ഇവളും ആലോചിച്ചിട്ട് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവര് പബ്ബിലേക്ക് പോകുന്നുണ്ട്. നോക്കിയാലോ അവിടെ അതാ നമ്മുടെ ഹീറോയും ഉണ്ടാകും. അപ്പൊ ബാറ് നടത്തുന്ന ആളുകൾ വന്ന് ഞങ്ങൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് കൂടുതൽ ബിയർ ഗ്ലാസ് കുടിച്ച് തീർക്കുന്നത് അവർക്കൊരു വലിയ പ്രൈസ് കാത്തിരിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടത് ഹോജിൻ പോയി ചേരുന്നുണ്ട്. പിന്നെ ഹീറോ മാത്രം ചുമ്മാതെ നിൽക്കോ, അവനും പോയി പങ്കെടുക്കുന്നുണ്ട്. ഇവരല്ലാതെ തന്നെ നിറയെ പേരും അതിൽ പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരാൾക്ക് പോലും അത്രയും കൂടുതൽ ബിയർ കുടിച്ചു തീർക്കാനായിട്ട് പറ്റുന്നില്ല. അതാണെങ്കിൽ അത്രയും വലിയ ഒരു ഗ്ലാസ് കൂടിയാണ്. എന്നിട്ടും ഹോജിനും ഹീറോയും മാത്രം 2 ഗ്ലാസ് ബിയർ കുടിച്ച് തീർക്കുന്നുണ്ട്. പക്ഷെ അത് കുടിച്ചതും ഹീറോയെ കൊണ്ട് തീരെ പറ്റുന്നില്ല. പക്ഷെ ഹോജിനിടയിൽ കയറി ഒരു ഗ്ലാസ് ബിയർ കൂടി കുടിക്കാനായിട്ട് വന്നതും ഹീറോ ഞാനും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനും എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഫൈനലി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയാല് ഇവര് രണ്ടുപേരും 3 ഗ്ലാസ് ബിയർ ഒരേ സമയം കുടിച്ചു തീർത്ത് വെക്കുവാണ്. ഉടനെ ക്ലബിലെ ഓണർ മതി മതി, ഇതിൽ കൂടുതൽ നിങ്ങൾ ഇനി കുടിച്ചാല് ഞാൻ അകത്ത് പോകും, എനിക്ക് പണി കിട്ടും, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വിന്നർ ആണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുവാണ്. സോ ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും ഹാപ്പി ആകുന്നുണ്ട്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആയി. ഹീറോയിനും ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോ ഹീറോയാണെങ്കിൽ അറിയാതെ ഒരു മുളകെടുത്ത് കടിക്കുന്നുണ്ട്. അയ്യോ എനിക്ക് എരിയുന്നെന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ഹീറോയിന്റെ ബോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചതും അവൻ ഷോക്ക് ആകുവാണ്. കാരണം അതിനുള്ളിലുള്ളത് വൈനാണ്, വെള്ളമല്ല. ഉടനെ അവൻ ഹീറോയിനെ നോക്കി എന്താ ഇതെന്ന് ചോദിച്ചാല് അവൾ ഒരു കള്ളച്ചിരിയോടെ സോറി അറിയാതെ ബോട്ടിൽ മാറ്റിയെടുത്തോണ്ട് വന്നെന്നാ തോന്നുന്നതെന്ന് പറയുവാണ്. ഹീറോ ഇത് കേട്ട് ചിരിച്ചിട്ട് ശരി ശരി, ഇപ്പോ മാത്രമാണോ ഇങ്ങനെ, അത് കോളേജിൽ ഇങ്ങനെയുള്ള ട്രിക്ക് നീ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാല് അയ്യോ ഇല്ലില്ല, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ബോട്ടിൽ അറിയാതെ എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയാണ്. നെക്സ്റ്റ് അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു പാർക്കിൽ വന്നിരിക്കുവാണ്. നാളെ പാരന്റ്സ് ഡേ അല്ലേ, നീ നിന്റെ പാരന്റ്സിന് ഫ്ലവർ ഗിഫ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാല് ഇവൾ ഉടനെ ചിരിച്ചിട്ട് അതെ അതെ, എന്റെ അമ്മയ്ക്ക് ഞാൻ ഇനി ഫ്ലവർ കൂടി കൊടുക്കണം, അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. എന്ത് പറ്റി, എന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ഹീറോ ചോദിക്കുമ്പോ അവള് പറയാണ് ബിക്കോസ് ഞാനും എന്റെ അമ്മയും ഒരിക്കലും ചേരില്ല, ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടാലേ എന്തെങ്കിലും വഴക്ക് നടക്കും. പക്ഷെ എന്തായിരുന്നാലും എന്റെ അമ്മ പറയുന്നത് പോലെയാണ് ഞാൻ കൂടുതൽ സമയം നടക്കാറ്, എന്തോ അതിലവർക്ക് ഒരിക്കലും തൃപ്തി വന്നിട്ടില്ലെന്നാ തോന്നുന്നത്, എന്നെ എപ്പോഴും ഒതുക്കി വെക്കാനേ അവർ ശ്രമിക്കാറുള്ളൂ എന്ന് അവള് പറയാണ്. ഇത് കേട്ട് ഹീറോയും ശരി, പറഞ്ഞു വന്നാല് എന്റെ ലൈഫും നിന്റെ പോലെ തന്നെയാണ്, പക്ഷെ എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെയില്ല, ഞാൻ എപ്പോഴും തനിച്ചായിരിക്കും,
ഒരു ദിവസം പോലും ചെറുപ്പം മുതലേ ഞാൻ സമാധാനത്തോടെ ഇരുന്നിട്ടില്ല. കാരണം എപ്പോഴും അവര് രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് പറയുവാണ്. അവനുടനെ തന്നെ മതി മതി, എന്തിനാ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ദാ ഈ സോങ് ഞാൻ കമ്പോസ് ചെയ്തതാണ്, എങ്ങനെയുണ്ടെന്ന് കേട്ടു നോക്കിന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അവളും കേട്ടിട്ടേ വാവ് നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. പക്ഷെ ഈ സമയത്താണ് ഹീറോയിന്റെ അമ്മ എന്തായത് രാവിലെ വീട്ടിൽ നിന്ന് പോയവള് ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് കോള് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ഉടനെ തന്നെ അമ്മ ഹോജിന് കോള് ചെയ്യുവാണ്. അപ്പൊ അവൻ പറയും, അതെ ആന്റി, ഞാനും അവളെ ഇവിടെ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കുവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് കഴിഞ്ഞ് ഞാൻ അവളെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ്. ഇത് കേട്ട് അമ്മയും ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് തിരിഞ്ഞാല് ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ഹീറോയിൻ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത്. ഇവളെ കണ്ടതും അമ്മ ടെൻഷൻ ആകുന്നുണ്ട്. എന്തായത്, നീ വീട്ടിലേക്ക് എത്തിയല്ലോ, ഹോജിനെ കോള് ചെയ്താല് അവന്റെ കൂടെ നീ അസൈൻമെന്റ് എഴുതുവാണെന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിക്കുവാണോ എന്ന് ചോദിച്ചതും ഹീറോയിൻ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവളെ പറയാനായിട്ട് വിടാതെ നീ എന്തോ തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, നീ പഠിക്കാതെ എന്തോ ഫ്രോഡ് പണികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ കണ്ണു പൊട്ടി ചീത്ത പറയാനായിട്ട് തുടങ്ങുവാണ്. ഉടനെ അവള്, അല്ലമ്മ ഇന്ന് പാരന്റ്സ് ഡേ ആയി, അമ്മയ്ക്ക് ഫ്ലവർ വാങ്ങാനായിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് പൂ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സൈലന്റ് ആയിട്ട് ഉള്ളിലേക്ക് കയറി പോകുവാണ്. ഇത് കണ്ടതും പെട്ടെന്ന് അമ്മയ്ക്ക് എന്തോ പോലെ ആകുന്നുണ്ട്. നമ്മള് എടുത്തു ചാടി അവളെ വഴക്ക് പറയണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്യുവാണ്. പക്ഷേ നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ പ്രാന്തൻ ഹോജിൻ കാരനാണ് നമുക്ക് വഴക്ക് കേട്ടത്, അവനോട് ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ പറഞ്ഞേ. എന്നിട്ട് അവള് നേരെ ഹോജിനെ പോയി മീറ്റ് ചെയ്ത്, ഞാൻ നിന്നോട് ചോദിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്, കള്ളം പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അപ്പൊ അവനുടനെ തന്നെ, ഇല്ലടി നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, അങ്ങനെ നോക്കിയാല് നിന്നെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ എന്ന് പറയുവാണ്. അതെ, നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, പക്ഷെ അതിന് നീ ഇത്രയും സ്റ്റേജിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല, പറയാതെ നീ ഓരോന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുവാണ്. ഇവനാണെങ്കിൽ എപ്പോഴും ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായത്, ഇത്ര നാളുകളായിട്ട് അവൻ എന്റെ കൂടെ തന്നെ ഉണ്ട്, എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുവാണ്. കട്ട് ചെയ്താല് മറ്റൊരു സൈഡില് നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ അവന്റെ ഫ്രണ്ടിന്റെ കൂടെ നടന്നു വരുമ്പോ അവന്റെ ഫ്രണ്ട് പറയാണ്, ഇത് നോക്കടാ, ആ ഹോജനും നിന്റെ പെണ്ണും ശരിയല്ല, എനിക്കെന്തോ അവര് ഡേറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നതെന്ന്. പക്ഷെ ഇത് കേട്ട് അവൻ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഇല്ലടാ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, എനിക്ക് അവളെ നന്നായിട്ട് അറിയാം, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ഇതുവരെ ഞാൻ അവളോട് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല. നാളെ കോളേജിൽ കപ്പിൾസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ടല്ലോ, അതിന് ഞാൻ ഈ പെർഫ്യൂം കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുവാണെന്ന് പറയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ കോളേജിൽ കപ്പിൾസ് ഡേ വന്നു കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ കോളേജിലേക്ക് നടന്നു വരുമ്പോ ആ സമയത്ത് ഹോജിൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു പെർഫ്യൂം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുവാണ്. ഇത് ഹീറോയിനെ കാണാൻ അവിടേക്ക് വരുന്ന നമ്മുടെ ഹീറോ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആകെ ഷോക്കായ പോലെ നിൽക്കുവാണ്. എന്താടാ, നിനക്ക് പ്രാന്താണോ? നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ, എനിക്കെന്തിനാ ഈ പെർഫ്യൂം ഒക്കെ തരുന്നെന്ന് ചോദിച്ചാല് അവനുടനെ, അതെ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ഞാനും ഇത് ഫ്രണ്ട്ലി ആയിട്ടാ തരുന്നേ, വാങ്ങിക്കോ എന്ന് പറയാണ്. ഹീറോനും ആലോചിച്ചിട്ടേ, ഇല്ലില്ല എനിക്ക് പെർഫ്യൂം ഒന്നും വേണ്ടെന്ന് പറയാണ്. നോക്ക്, ചെറിയ വയസ്സ് മുതൽ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണല്ലോ, എത്ര കാര്യങ്ങളും നമ്മൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളപ്പോ ഈ ചെറിയൊരു പെർഫ്യൂം മാത്രം എന്താ പ്രശ്നം, നീ ഇത് വാങ്ങിക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ഹീറോയിനും ഇത് വേണോ വേണ്ടോ എന്ന പോലെയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് ദൂരെ നിന്ന് കാണുന്ന ഹീറോയ്ക്ക് വളരെ ഫീൽ ആകുന്നുണ്ട്. അവൻ വളരെ കഷ്ടമായിട്ട് അവിടെ നിന്ന് നടന്നു പോകുവാണ്. കട്ട് ചെയ്താല് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും, പറ്റിയാൽ ഇന്ന് തന്നെ വരുന്നതായിരിക്കും. ഇനി ഒരേ ഒരു പാർട്ട് കൂടി മാത്രമേ, ഫൈനൽ പാർട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊരു മിനി ഡ്രാമയാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ് ഇത്രയും ഷോർട്ടായിട്ട് ചെയ്യുന്നത്. സോ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.